കുളിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഉമ്മ പറഞ്ഞ പോലെ ആദ്യം തന്നെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറാം. അല്ല, റസിയ ഇപ്പൊ എത്ര നേരത്തെ നീച്ചോ? റസിയ, അനക്കിപ്പോ എന്താ പറ്റിയേ? ആ പൂമോളെ. ഉമ്മ ഇത്ര നേരത്തെ നീച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കേറിയോ? ഉമ്മ, അത് വീട്ടിന്ന് ഉമ്മ പറഞ്ഞു തന്നതാ. എടി, ഇവിടെ ഇത്ര നേരത്തെ ആരും നീച്ചൂല. പ്രത്യേകിച്ച് ഇപ്പൊ കല്യാണം കൂടി കഴിഞ്ഞതല്ലേ, എല്ലാവർക്കും നല്ല സീനാണ്. ഇത്ര നേരത്തെ നീച്ചണ്ടോ. അത് സാരല്ലമ്മ, അവിടെ പെരയില് ഞാനും ഒറ്റക്കല്ലേ, അത് കാരണം ഞങ്ങളെന്നും നേരത്തെ നീച്ചു. അങ്ങനെ ശീലായിക്കണ്. അല്ലേമ്മ, ചായ അയക്കണേ, എന്താ കടിക്കാക്കണത്? അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇവിടെ ഒരാൾക്കും രണ്ടാൾക്കും ഒന്നും ചായയും കടി ഉണ്ടാക്കിയാ പോരാ. ഇവിടെ പെരയില് കുറെ ആൾക്കാരുണ്ട്. പിന്നെ മാത്രല്ല, തിന്നണേ കുടിച്ചണേ നേരാകുമ്പോഴത്തേന് എല്ലാരും ഇങ്ങോട്ട് ഒത്തുകൂടും. അപ്പൊ കുറച്ച് കണ്ടറിഞ്ഞുണ്ടാക്കണം. പിന്നെ റസിയ നീച്ച ഓക്ക് ഏതേതും പറ്റൂല. കടി ഒന്നര കൊടുത്താ ഇതേ ഉള്ളൂ ഓക്ക്. അങ്ങനെ ഒരു തരം സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യല്ല. ഇജയ് ബാപ്പുട്ടിക്ക് ഒരു ഗ്ലാസ് ആ ചൂടുള്ള ചായ കൊണ്ടു കൊടുത്താ ചെറുക്കന് നീച്ചുമ്പോ ഒരു ഗ്ലാസ് ചായ നിർബന്ധ. അതാണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത പൂതിയിൽ തുടങ്ങി. ഓരോരോ സ്വഭാവ ഓരോരുത്തർക്കും. ഒക്കെ മനസ്സിലാക്കും വയ്യ. ഒരു ഗ്ലാസ് ചായ കൊണ്ടുകൊടുത്ത ക്ലാസ്. ചെല്ലേ, കൊണ്ടു കൊടുത്തോട്. നല്ല ഉറക്കാണല്ലോ. നല്ല നിലത്ത് കിടന്നിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ചൂടുള്ള ചായ കൊടുത്താലോ? അതെ,
മോളെ ഇതെന്താ ചായ കൊണ്ട് ആലോചിച്ചിരിക്കണേ? അത് ഈ ചായ ഉമ്മ തരാൻ പറഞ്ഞു. ആ എന്നിട്ട് കൊണ്ട വേഗം. ചായ സാറാട്ടോ ഉമ്മടെ കല്യാണം ഉണ്ടാക്കിയതാ. ശാളത്തങ്ങനെ എങ്ങട്ടാണ് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ? മണവാളം ചായ കുടിച്ചില്ലേ? ആ കുടിച്ചു കുറച്ച്. അതെന്താ ഇന്നോന് അങ്ങനെ? മറ്റത് ഒരു ഗ്ലാസ് ചായ ഒന്നുമല്ല. ഇന്ന് ഇത്ര ഉള്ള ഇവിടെ ചായ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ഉമ്മാനോടും എന്നോടും പൂര വക്കാണാ. ഇന്ന് പോലെ ചായ വേണ്ടേ? ബാബുട്ടിയെ, എടാ ഇന്ന് എന്താ എനിക്ക് ചായ വേണ്ടേ? ഇപ്പൊ തന്നെ എനിക്ക് ഞാൻ തൊള്ളറിഞ്ഞ പറ്റാതെ അയക്കണ് ല്ലേ? അല്ല, എന്താ ചവിട്ടുന്ന് പുറത്തിറങ്ങാത്തത്? എന്താ ഇവിടെ പരിപാടി? റസിയ, എടി അന്യ പേരത്തെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ ആങ്ങളെയും പെങ്ങളും കൊത്തൂടി നിക്കല്ലേ? ഇന്ന് കഴിഞ്ഞ പെണ്ണിന്റെ പേരേക്ക് പോകാനുള്ളതാണ്. ബാബുട്ടിയെ ഇജൊന്ന് പുറത്തിറങ്ങിക്ക. ഓക്കെ, നമ്മള് വാങ്ങിക്കണ ആ ഡ്രസ്സ് പറ്റിക്കണോ? ഇജ് ചോദിച്ചോളോട്. ഇല്ലെങ്കിൽ ഓളയും കൂട്ടിങ്ങാണ്ടേ വണ്ടൂര് പോയിങ്ങാണ്ട് നല്ല തുണി വാങ്ങിപ്പോരി, എന്നിട്ട് ഇട്ടിട്ട് പോകാം നാളെ. ഇങ്ങനെ കൊത്തുടിയും കൂടെ നിക്കുക. ആ പെണ്ണെന്താ കരുതുക? മോളെ, എന്തൊക്കെയാ ബാപ്പുട്ടി ഉമ്മ പറയണേ? ഇന്നും തുണി വാങ്ങേ? ഇത്രയും വിലപിടിപ്പുള്ള തുണിയൊക്കെ ഓള് കണ്ടിട്ടുണ്ടോ? നമ്മളൊന്ന് ചെന്നപ്പോൾ ഇട്ടിക്കണ തുണിയൊക്കെ കണ്ടിക്കണ നിങ്ങള്? അതിനൊന്നേ 1000 ഉറുപ്പിക തേച്ചില്ലാന്ന്. എന്നിട്ട് ഈ 1,00,000 ഉറുപ്പിയുടെ അടുത്ത് നമ്മള് തുണി വാങ്ങിയിട്ട് അതൊന്നും നോക്ക് പറ്റൂലെന്നോ? കഷ്ടം തന്നെ. ബാപ്പുട്ടിയെ വെറുതെ ഉള്ള കജിലെ കായ് കഴിക്കാതെ കണ്ടാട്ടോ. ഇമ്മക്ക് പിരാൻ തന്നെ. വെറുതെ ഓരോന്നും പറഞ്ഞ അഭിപ്രായം പറയാൻ നിൽക്കണ്ടോ? ഇതുവരെ ഓൾ എന്തെങ്കിലും ഇട്ടോട്ടെ, ഇനി വിട്ടാ കിട്ടുന്ന ചെയ്യണമെന്നേ ആ ബാപ്പുട്ടിന്റെ തീരുമാനം. ഇനി വെറുതെ വളരാൻ നിൽക്കണ്ട. ഓ, ഇനിയിപ്പൊ എന്തൊക്കെ കണ്ടി വരും. ചെല്ലെ ചെല്ലെ, കാത്തു നിക്കണുണ്ട്. ഇമ്മ പറഞ്ഞ കേട്ടില്ലേ? അതിൽ പറ്റിയ നോക്ക്. ഇല്ലെങ്കിൽ ഏത് മോഡലാ വേണ്ടത് പറഞ്ഞാൽ മതി, പോയി പുതിയത് മേടിക്കാം.
അതേതായാലും കുഴപ്പമൊന്നുമില്ല. മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. ഇങ്ങനെ മുഖം കനിപ്പിച്ച് നടന്നാൽ റസിയാനേക്കാട്ടിലും ഇഷ്ടമാണ് ഇമ്മാക്ക് എന്നൊക്കെ. ഓല മുന്നിലൊക്കെ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ ഓല മുന്നിലെങ്കിലും ഒന്ന് ശരിക്കും ചിരിച്ച് കളിച്ച് നടക്ക്. എനിക്കറിയാം എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ രണ്ടാളും പ്രശ്നം നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ പോരെ, വേറുള്ളവരോട് അറിയിക്കണ്ടല്ലോ.